സക്കറിയ 2:5 പറയുകയാണ്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും, ഞാൻ അതിന് മധ്യത്തിൽ അവരുടെ മഹത്വമായിരിക്കും. കോൺക്രീറ്റ് മതിലുകൾ കണ്ടിട്ടുണ്ട്, കല്ല് കെട്ടിയ മതിലുകൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ദൈവം പറയുകയാണ്, തീ കൊണ്ട് ഒരു മതിൽ, അഗ്നി മതിൽ, അഗ്നി കൊണ്ടുള്ള കോട്ട, തീ കോട്ട, അഗ്നിക്കോട്ട. ദൈവം പറയുകയാണ്, ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. എപ്പോഴും ശ്രദ്ധിക്കുക, ലിസൺ ടു മീ. പരിശുദ്ധാത്മ അഭിഷേകം ദൈവമക്കൾക്ക് ഒരു സംരക്ഷണമാണ്. പരിശുദ്ധാത്മ അഭിഷേകം ദൈവമക്കൾക്ക് ഒരു സംരക്ഷണമാണ്, ഒരു കോട്ടയാണ്. കോട്ട ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ്? മുട്ടോളമല്ല, അരയോളം പോരാ, വലിയൊരു ജീവനദി ഒഴുകാൻ. എസെക്കിയേലിനോട് ഈ നദിയിൽ മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു കാരണം, കൂർത്ത കല്ലുകളുമായി പിശാച് എറിയാൻ നിൽക്കുമ്പോൾ, അവൻ എറിയുമ്പോൾ, അവൻ ഈ കൂർത്ത കല്ലെടുത്ത് എറിയുമ്പോൾ, നീ നദിയിൽ അരയ്ക്കൊപ്പം വെള്ളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ പകുതി ശരീരഭാഗം സാത്താൻ്റെ ഏറുകൊള്ളാൻ എക്സ്പോസ്ഡ് ആണ്, തുറന്നിട്ടിരിക്കുകയാണ്. കാല് നനച്ചാണ് നിൽക്കുന്നതെങ്കിൽ നിന്റെ ഒരു 90% വെള്ളത്തിന് വെളിയിലാണ്, ഏറുകൊള്ളാൻ നല്ല സാധ്യതയുണ്ട്. നീ കഴുത്തൊപ്പം വെള്ളത്തിനാണ് നിൽക്കുന്നതെങ്കിലും നിന്റെ ഒരു 10% അല്ലെങ്കിൽ 5% വെള്ളത്തിന് വെളിയിലാണ്. തലക്കിട്ട് ഏറ് കിട്ടിയാൽ തീരും. പ്രവാചകനോട് മുങ്ങിക്കിടക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഒരു രഹസ്യം, ഈ പിശാചും പൈശാചിക ലോകവും തോൽപ്പിക്കാൻ സാധ്യതയുള്ള ആയുധങ്ങളുമായി എതിരിട്ട് വന്ന് യുദ്ധം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കല്ലെറിയുമ്പോൾ, നിന്റെ തലയ്ക്ക് കൊള്ളാതെ, തോളിന് കൊള്ളാതെ, മുട്ടിന് കൊള്ളാതെ, വയറിന് കൊള്ളാതെ, കാലിന് കൊള്ളാതെ നീ പരിശുദ്ധാത്മാവാകുന്ന നദിയിൽ മുങ്ങിക്കിടന്നാൽ ഈ നദി നിന്നെ പൊതിയുകയും, കല്ലെറിയുമ്പോൾ ഈ എറിയുന്ന കല്ല്, നിനക്ക് നേരെ പാഞ്ഞു വരുന്ന കല്ല് ഈ വെള്ളത്തിൽ തട്ടി തെന്നിമാറുകയും ചെയ്യും. നീ ഏറുകൊള്ളാതെ രക്ഷപ്പെടും. ആത്മാഭിഷേകം ഒരു സംരക്ഷണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ?